ഹായ് കൂട്ടുകാരെ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടില്ലേ. ഒരു വാച്ച് നമുക്ക് എങ്ങനെ അഴിച്ച് പണിയാം എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. എല്ലാവരുടെയും കയ്യിൽ വാച്ചൊക്കെ കാണും. ഇങ്ങനെയുള്ള വാച്ചുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് അഴിച്ച് പണിത് നോക്കാം. അവസാനം എന്തുവാ അവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ അഴിച്ച് പണിത് വെച്ചേക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങളെ കാണിക്കാം എങ്ങനെ അഴിച്ച് പണിയാം എന്നുള്ളത്. അപ്പം ആദ്യം ഇതിനുള്ളത് ഒരു ഡയലാണ്, ഡയൽ പാഡാണ്. ഇതാണ് ഡയൽ. പിന്നെ അതിനകത്ത് സൂചിയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങളെ ഞാൻ ഇതിൻ്റെ കുറേ പാർട്സുകളും സംഭവങ്ങളും ഒക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും കാണിക്കാം. ഇതാണ് സ്റ്റാഫ്. ഇത് ഞാൻ ഊരി വെച്ചേക്കുവാണ് കേട്ടോ. ഇതൊക്കെ പോയത് ഇതിനിടയ്ക്ക് ഒരു പിന്ന് വരും, അത് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. അതൊക്കെ പോട്ടെ, മെയിൻ കാര്യം എന്തുവാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാത്തൊരു സംഭവമാണ്. ഈ വാച്ചിനകത്തിലൊക്കെ വെള്ളം കയറി. ഇതിപ്പം എൻ്റെ നശിച്ച വാച്ച്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ വാച്ചിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കാർക്കും ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. എങ്കിൽ നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു ട്രിക്കുണ്ട്. ആർക്കും അറിയത്തില്ല. ഈ സാധനം തുറക്കുന്ന പരിപാടിയൊന്നും ആർക്കും അറിയത്തില്ല. സത്യമല്ലയോ? എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനത് വലിയ ഗവേഷണത്തിനൊക്കെ ഒടുവിലാണത് കണ്ടുപിടിച്ചത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. മൊബൈൽ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആരുമില്ല നമ്മളെ മൊബൈൽ പിടിച്ച് സഹായിക്കാനായിട്ടൊന്നും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുവാണ്. ഇതാ നമ്മുടെ ഒരു വാച്ചിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറക്കി നോക്കണം. ഇങ്ങനെ കറക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഒന്നും ഇത് അഴിയത്തില്ല. കണ്ടില്ലേ? ഇതിൻ്റെ ഒരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതെങ്ങനെ തുറക്കാം എന്നുള്ളതാണ്. ഇത് തുറക്കാൻ ഭയങ്കര പാടാണ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തുറക്കത്തില്ല. നിങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഇത് തുറക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പം ഇത് തുറക്കാനൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ചെറിയ പിച്ചാത്തിയോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. അതിനുശേഷം നമ്മളിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെ തുറക്കാൻ പറ്റുമെന്നുള്ളത്. കുറേ നോക്കിയാലും ചിലപ്പോൾ പറ്റത്തില്ല. ഇതിനകത്ത് പിരി ഉണക്കത്തൊരു സാധനം ഉണ്ട്, അവർ പ്രസ് ചെയ്താണ് ഈ സാധനം വെക്കുന്നത്. അപ്പം ഞാനിത് കുറേ ഗവേഷണത്തിന് ശേഷമൊക്കെയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ലോക്കുണ്ട്. നിങ്ങളെ ഈ വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ വാച്ചിൻ്റെ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ലോക്ക് കാണും. എല്ലാ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് വല്ല സ്ക്രൂ ഡ്രൈവർ വല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ലോക്കെല്ലാം ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് വരാൻ ഇച്ചിരി പാടാണ്. ഇതിപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം അല്ല, മാറിപ്പോയതാണ് കേട്ടോ. ഇതാ ഇവിടെ ആയിരുന്നു ലോക്ക്, എനിക്ക് മാറിപ്പോയത്. എന്നിട്ട് അവിടെ ഇങ്ങനെ വിളിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് കേട്ടോ. കാരണം അവരത് പ്രസ് ചെയ്താണ് വെച്ചേക്കുന്നത്. എങ്കിലും നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, തുറന്നു. അപ്പം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പാണ്. അപ്പം നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം ഈ വാച്ചിനകത്തൊക്കെ ബാറ്ററിക്കകത്തൊക്കെ വെള്ളം കയറുമല്ലോ. ഡിസ്പ്ലേ അല്ല, ഗ്ലാസ്സിനകത്തൊക്കെ വെള്ളം കയറി ഇങ്ങനെ നീരാവി പോകണമൊക്കെ നിൽക്കും. അപ്പം അത് കളയാൻ നമുക്ക് തന്നെ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റേ ക്യാപ്പ് ഇങ്ങനെ ഊരുക. അതിന് ശേഷം തുറക്കുന്ന സമയത്ത് കാണുന്നത് ഇതിങ്ങനൊരു സാധനമായിരിക്കും. ഒരു കാരണവശാലും നമ്മളിത് വലിച്ചു പറിക്കുകയൊന്നും ചെയ്യരുത്. എല്ലാം ഒന്ന് മൊത്തത്തിൽ നോക്കിയതിന് ശേഷം നമ്മൾ ബാറ്ററി ഇടുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ബാറ്ററി ഇടാൻ പറ്റത്തില്ല കൈ കൊണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്
പൊക്കി കൊടുക്കുക. ഇതിൻ്റെ 2-3 സൈഡുണ്ട്, അവിടെ എല്ലായിടത്തും ഇങ്ങനെ പൊക്കി കൊടുക്കാൻ സാധനം. അതിൻ്റെ ഒരു വാഷർ പോണക്കത്തെ സാധനമാണ്. അത് പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതിങ്ങനെ ഇളക്കി മാറ്റുക. ഇതിപ്പം പോയ ഒരു വാച്ചാണ്, പോയതല്ല, നല്ല വാച്ചായിരുന്നു, 5-6 വർഷം ഉപയോഗിച്ചാണ്. പക്ഷെ അതിപ്പോൾ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഒരു ചെറിയൊരു അറിവായിക്കോട്ടെ. അപ്പം ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പം ഇതിപ്പം ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് വരും, നമ്മൾ തിരിക്കുന്ന ഒരു സ്വിച്ചുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അത് പിടിച്ച് വലിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയതാണ്. അപ്പം ഇത് ഊരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ സാധനം ഇതിങ്ങനെ കിടക്കുന്നത് കാണും, ഇതിനകത്ത് നിന്ന് ഇത് വിട്ട് പോരത്തില്ല. അപ്പം നമ്മൾ ബാറ്ററി ഊരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ കനം കുറഞ്ഞെടുത്തിട്ട് അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പിടിച്ചതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പം അതിങ്ങി പൊങ്ങിപ്പോരും, കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. നമ്മൾ കടയിൽ കൊടുത്ത് കുറേ നേരം നിൽക്കുമോ അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഈ ബാറ്ററിയുടെ ഇത് ഇവിടെ ആയിട്ട് ഒരു നമ്പർ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പാടാണ്. ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ ബാറ്ററിയുടെ പുറം ഭാഗത്തായിട്ട് ഒരു നമ്പർ വരും, പിന്നെ ഒരു കോഡ് നമ്പർ വരും. ആ നമ്പർ അനുസരിച്ച് നിങ്ങൾ പോയി ബാറ്ററി മേടിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ കടയിൽ പോയി മാറാം. അല്ല, ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് മാറാൻ ഇഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ മാറാം. ഞാനങ്ങനെ മാറുന്നത്, സ്വന്തമായിട്ടൊക്കെ മാറും. ഇപ്പം ആ ബാറ്ററി മേടിച്ചതിന് ശേഷം തിരിച്ചിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടാനും ഇച്ചിരി പാടാണ്. അപ്പോൾ ഇത് കയറ്റിയിട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കയറത്തില്ല. നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഇതിൻ്റെ ഓരോ പാർട്സ്, ചെറിയ ചെറിയ പാർട്സ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നേരെ പിടിച്ച് വെക്കുക. നേരെ പിടിച്ച് വെച്ചതിന് ശേഷം പ്രസ് ചെയ്താൽ മതി. ഇതിപ്പം ഈ മൊബൈൽ ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് മൊബൈൽ വെച്ചേക്കുന്നത്. ഞാൻ ഒരുപാട് മസിൽ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കയ്യിലുള്ള പരിപാടിയൊക്കെയാണ്. സംഭവം അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒന്ന് നേരെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്താൽ മതി. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കയറത്തില്ല. പലർക്കും പെട്ടിട്ടുള്ള ഒരു പണിയായിരിക്കും ബാറ്ററി ഊരിക്കഴിഞ്ഞിട്ട് തിരിച്ചിടാൻ പറ്റുന്നൊരു പാട്. ഇപ്പോൾ ഞാനതാണ് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇടുന്നത്. കണ്ടോ, ഇപ്പം തന്നെ കണ്ടില്ലേ, ഭയങ്കര പാടാണ് ഇടാനായിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതിപ്പം നമ്മൾ കാണിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വീഴുന്നില്ല. ഇതിന് ആയിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ, ഒരു വളഞ്ഞൊരു ലോക്ക് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അത് തട്ടി നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും അത് വീഴാൻ ഇച്ചിരി പാടാണ്. കണ്ടോ, ഇപ്പോൾ വീണ കണ്ടോ. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് കയറ്റി ഇട്ടത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ആ ബാറ്ററി വീഴും. പിന്നെ എടുക്കണമെന്നുണ്ട് അടി ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുക്കിയാൽ മതി, അതിങ്ങ് പോരും. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇത് ഊരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മിഷനാണ്. ആ മിഷൻ അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അതിൻ്റെ ഒരു തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുള്ള കാരണം അത് വരത്തില്ല. ഇതിപ്പോൾ എനിക്ക് ഊരിയെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചാൽ മതി, അത് ഊരിങ്ങി പോരും. നമുക്ക് ഇത് ഊരിയെടുക്കാം.
കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മിഷൻ. നമുക്ക് തുടയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്നും ഇത് തൊടാൻ പാടില്ല, സെൻസിറ്റീവാണ്. ഇതൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഗ്ലാസ്സൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തുടച്ച് ക്ലീനാക്കി എടുക്കാം. അത് ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ വാച്ച് ടെക്നീഷ്യനൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ സൂചി ഊരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കൈ കൊണ്ടൊന്നും ഊരാൻ പറ്റത്തില്ല. ഇങ്ങനെ കനം കുറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുമല്ലോ ഇങ്ങനെ പൊക്കിയാൽ മതി, അതിങ്ങ് പോരും. അതൊക്കെ പൊക്കണമല്ലോ, ഒടിഞ്ഞ് കയ്യിലിരിക്കും. ഇതൊക്കെ ഞാൻ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം വലിയ ബാലൻസ് ഒന്നുമില്ല ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമായിട്ടിരിക്കുന്നത്. പൊക്കിയാൽ മതി, ഇങ്ങനെ പോരും. കണ്ടോ, എല്ലാം ഊരിപ്പോയി, അവിടെ ഇവിടെയൊക്കെ തെറിച്ച് പോയി. എന്താ കണ്ടില്ലയോ, 3 സൂചിയുണ്ട്. ചെറിയ സൂചി നമ്മളിത് ഓടുന്നത് മാത്രമല്ല കണ്ടിട്ടുള്ളൂ, അഴിച്ച് പറിച്ച് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ചെറിയ സൂചി, ഇതാണ് വലിയ സൂചി, ഇതാണ് സെക്കൻഡ് സൂചി. കണ്ടോ, ഇത്രയും ഇങ്ങനെ ഊരി എടുത്ത് കഴിയുമ്പം അതിങ്ങ് വിട്ട് പോരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ മാറി വെക്കാനൊക്കെ സാധിക്കും. എൻ്റെ വാച്ചിൻ്റെ മാറിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് വെറും ഡമ്മി മാത്രമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മിഷൻ വരുന്നത്. ഇത് നമുക്ക് കടയിൽ നിന്ന് മാറാൻ കിട്ടും. കടയിൽ ആൾക്കാർ മാറുന്നത് ഇതാണ്, മിഷനാണ് മാറിത്തരുന്നത്. സാധനം ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ മാറും, സൂചി സംഭവമൊക്കെ മാറും. ഇതാണ് ഇതിൻ്റെ മിഷൻ. ഇതുപോണക്ക് ഞാൻ വേറൊരു മിഷൻ മേടിച്ചിട്ടായിരുന്നു, അതാണിത്. ഇതിൻ്റെ പഴയതായിട്ടിരുന്ന ഒരു മിഷനാണിത്, നേരത്തെ ഉണ്ടായിരുന്ന മിഷനാണിത്. അപ്പോൾ അത് പോയി, അതിന് ശേഷം മേടിച്ചതാണിത്. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ പോയത് കാരണം ഞാൻ മാറ്റിയിട്ട് വേറൊരു പുതിയ വാച്ചങ്ങ് മേടിച്ചു. അപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്, അത്രേ ഉള്ളൂ കാര്യം. അപ്പം മനസ്സിലായല്ലേ, ഇതാണ് വാച്ചിൻ്റെ മിഷൻ. ഇത്രയും സംഭവമേ ഉള്ളൂ. ഇതെന്തെങ്കിലും കേടാവുമോ, എന്തെങ്കിലും സംഭവം പറ്റിക്കഴിഞ്ഞാൽ ഇത് ശരിയാക്കാനൊന്നും പറ്റത്തില്ല. പുതിയൊരു മിഷൻ അങ്ങോട്ട് മാറി വെക്കാനേ സാധിക്കത്തുള്ളൂ. അങ്ങനെ മാറിയതാണ് ഈ മിഷൻ. ചൈനയുടെ സാധനമാണല്ലോ. പിന്നെ ഇതെങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യാം എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം എടുത്ത കണക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു ഹോളുണ്ട്, ആ ഹോളിലോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. ഇങ്ങനെ കയറ്റി വെക്കുക. അതിന് ശേഷം ഇതൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ സൂചിയൊക്കെ ഒടിഞ്ഞ് കയ്യിലിരിക്കും. ഇതിപ്പം ഇങ്ങനെ പോയതായതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യത്തില്ല. നമ്മുടെ കൈ തട്ടിയൊക്കെ ഇത് ഒടിയാൻ ചാൻസ് കൂടുതലാണ് ഈ സാധനം. അപ്പം അടുത്തത് ആ സൂചി ഇട്ട് കഴിയുമ്പോഴേ അത് അനങ്ങാതെ അവിടെ സെറ്റായിക്കോളും. പിന്നെ അടുത്ത സൂചി ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ലെൻസൊക്കെ വെച്ച് ചെയ്യുന്ന കാര്യമാണ് കടക്കാർ. നമ്മൾ പഴയ വാച്ചൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ഉള്ളതുണ്ടെങ്കിൽ. നല്ല വാച്ചിലൊന്നും കയറി പണിയാൻ നിൽക്കണ്ട, കാരണം അതൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് വേറെ വാച്ച് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ചെയ്യുന്നത്. പിന്നെ ഈ സൂചി കയറ്റിയിടാൻ ഒരു ഇച്ചിരി പാടാണ്, കാരണം എന്താ പറയുന്നത്, ഇത് ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. സാധനം അങ്ങനെ ഇങ്ങനൊന്നും നടക്കുന്ന കേസല്ല. ചെറിയൊരു സൂചി പോലൊരു സാധനം കയറി വന്നിട്ടുണ്ട്, അതിനകത്ത് ഇത് കയറ്റി വെക്കണം. അത് പാടാണ് കേട്ടോ. കാരണം ഞാൻ ഈ മറ്റേ എന്താ പറയുന്നത്, ക്ലോക്കൊക്കെ അഴിച്ചുള്ള ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ചെയ്തപ്പോഴൊക്കെ അങ്ങ് സക്സസ് ആയി. ആ ഒരു ധൈര്യത്തിലാണ് ഇത് ചെയ്യുന്നത്.
ഇതിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ വെച്ചിട്ട് വലുതായിപ്പോവും, അറിയാം. എന്തുപോലെ അഴിച്ചു പോയില്ലോ, ഇനിയിപ്പം വെക്കാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഞാനിത് കയറ്റിയിട്ടിട്ട് എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇത് വെക്കാൻ പറ്റത്തില്ല, കാരണം ചെറിയൊരു സ്പേസ് ഇത്ര ഏറിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. അപ്പം സംഭവം ഇതാണ്, സെക്കൻഡ് സൂചി ഇടാൻ പറ്റിയിട്ടില്ല, കാരണം ഇച്ചിരി പണിയാണ്. അത് ജസ്റ്റ് ഒന്ന് കയറ്റിയിടുക, അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഇതാണ് സംഭവം. അതിന് ശേഷം ഇത് കയറ്റിയിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇതിനകത്തോട്ട് വെക്കുക. ബാറ്ററി ഉണ്ടെങ്കിൽ ബാറ്ററി ഇടുക. ഞാനിപ്പോൾ ബാറ്ററി ഒന്നും ഇടുന്നില്ല. ഇത് കയറ്റിയിട്ടതിന് ശേഷം ആ വാഷർ ജസ്റ്റ് ഒന്നിടുക. ആ ബാറ്ററിയുടെ ലെവലിൽ ഈ സംഭവം വന്ന് നിൽക്കുന്ന കണക്കിടുക. നമ്മളെടുത്ത പോലെ തന്നെ ഇടുക. അതിന് ശേഷം ഇത് എടുത്ത കണക്ക് തന്നെ ഇത് അടയ്ക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല. ഈ സാധനം കണ്ടില്ലേ, എത്ര പ്രസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ സാധനം അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിവിടെ ആയിട്ടൊരു വെട്ടുണ്ട്, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു വെട്ടുണ്ട്. ആ വെട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരിക്കുന്ന സൂചിയില്ലേ, അതിൻ്റെ ആ ഒരു ലെവലിലാണ് ആ വെട്ട് പോകുന്നത്. ആ ലെവലിൽ ജസ്റ്റ് നമ്മളിങ്ങനെ കൊണ്ടുവച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്യുമ്പം അതവിടെ ഫിറ്റായിട്ടിരുന്നോളൂ. അങ്ങനെ മാത്രമേ ഇത് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ശരിക്കും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അല്ല, ഞാനൊരു വാച്ച് ടെക്നീഷ്യനൊന്നുമല്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്കിന് വിടാം. അടുത്ത വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാൻ സാധിക്കും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.